വബറകാത്തു. നമ്മളുടെ ഒരുമിച്ച് ഓടിക്കുന്ന നബിദിനാഘോഷ പരിപാടിയിലാണല്ലോ. അതിനുവേണ്ടി ഒരു കൊച്ചു കഥ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരു യാത്രയിലാണ്. വയലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചൊരു മനുഷ്യൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കൂലേ? ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യം അംഗീകരിക്കാൻ ആരെ കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മരം സാക്ഷി പറയുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തെ മാടി വിളിച്ചു. അനുസരണയോടെ അത് അടുത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചതുപോലെ 3 വട്ടം മരത്തോട് ചോദിച്ചു. മരവും മറുപടി നൽകി, അതെ, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. പാറക്കല്ലുകളും മുള്ളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ അംഗീകരിച്ചതായും ഹദീസ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലൽ പതിവായിരുന്നു. ആമിർ ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ കൊണ്ടുവന്ന് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ സാക്ഷ്യം വഹിക്കും? മുഹമ്മദ് നബി ചോദിച്ചു, ഞാൻ ഈത്തപ്പന ശിഖരങ്ങളെ മാടി വിളിക്കും, അതടുത്ത് വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അയാൾ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയുടെ നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന ശിഖരങ്ങളെ മാടി വിളിച്ചു. അനുസരണയുടെ അടുത്ത് വന്നു നബിയുടെ അടുത്ത് വന്ന് ചേർന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചു പോകാൻ പറഞ്ഞു. തൽസ്ഥാനത്ത് ചേർന്ന് നിന്നു. ഇത് കണ്ട ആമിർ ഗോത്രക്കാരനായ മനുഷ്യൻ സാക്ഷ്യം വഹിച്ച്, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.